പ്രേക്ഷകർ, നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് വന്നാൽ ഇന്ത്യ US വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും ബഹളമയമായിരുന്നു. ലോക്സഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി. രാജ്യസഭയിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ വിളിച്ചു പ്രതിഷേധിച്ചു. സസ്പെൻഷനിലായ എംപിമാർ സഭയ്ക്ക് പുറത്തും പ്രതിഷേധിച്ചു. ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ലോക്സഭയിൽ ഉണ്ടാകില്ല എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. ശരത്ലാൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇന്നും പല വിഷയങ്ങളിലും വാദപ്രതിവാദങ്ങൾ നടന്നു, ഇന്നും പ്രതിഷേധങ്ങൾ നടന്നു. പക്ഷേ ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഉയർന്ന വിവാദങ്ങൾക്കൊക്കെയും പ്രത്യേകിച്ച് അമേരിക്കയുമായി ഡീൽ ഉറപ്പിച്ച കാര്യങ്ങളിലടക്കം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നരേന്ദ്രമോദിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷവും നിലപാടൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല, സഭ പിരിഞ്ഞു. ഇന്നത്തെ സഭാ നടപടികൾ തുടങ്ങിയത് മുതൽ ഇതുവരെ എങ്ങനെയായിരുന്നു ശരത്ത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. ഇന്നത്തെ സഭാ നടപടി രണ്ട് തരത്തിലുള്ള സഭകളിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത്. രാജ്യസഭയിൽ ബഹളമുണ്ടെങ്കിലും ചർച്ചകൾ സുഗമമായി നടന്നു. മല്ലികാർജുന ഖാർഗെ തന്നെ 1 മണിക്കൂറിലേറെ രാജ്യസഭയിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ നേരെ ലോക്സഭയിൽ എത്തുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കീരിയും പാമ്പും അത്തരത്തിലുള്ള ശത്രുതയിലൂടെ കൂടെയാണ് ലോക്സഭയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. രാവിലെ 11 മണിക്ക് തന്നെ സഭ സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം അതേപോലെ തന്നെ പ്ലക്കാർഡുകളുമായി സഭയിലെത്തി. സഭ സ്പീക്കർ നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് നിർത്തിവെച്ചു, 2 മണിക്ക് നിർത്തിവെച്ചു, 3 മണിക്ക് സഭ ചേർന്നപ്പോൾ പിന്നെ BJP അംഗങ്ങൾ മറ്റൊരു പുസ്തകമെടുത്ത് BJP അംഗം ദുബൈ മറ്റൊരു പുസ്തകമെടുത്ത്, അതായത് ബോഫേഴ്സും അതേപോലെ ഒജെ മത്തയുടെ ആത്മകഥയും ഒക്കെ എടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ നോക്കി. അതും വൻ ബഹളത്തിനിടയായി. അപ്പോഴും സഭ നിർത്തിവെച്ചു 5 മണി വരെ. 5 മണിക്ക് സഭയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിക്കപ്പെട്ടത്. എന്നാൽ 5 മണിക്കും സഭ നിർത്തിവെച്ചോടെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിലുള്ള മറുപടി അല്ലെങ്കിൽ പ്രസംഗം അത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രി 5 മണിക്ക് പ്രസംഗിക്കുമെന്നും വ്യക്തമായിരുന്നില്ല. ഇന്നലെ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മറുപടി പറയും, അതോടുകൂടി നന്ദി പ്രമേയ ചർച്ച അവസാനിക്കും എന്നതാണ്. എന്നാൽ ഇപ്പോൾ നന്ദി പ്രമേയ ചർച്ചയിലേക്കുള്ള ചർച്ചകൾ അവസാനിക്കുന്നു, ലോക്സഭയിൽ അവസാനിക്കുന്നില്ല. കാരണം പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടില്ല. സഭയുടെ നേതാവായ പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ മാത്രമേ നന്ദി പ്രമേയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഒരു പാസ്സാക്കാൻ കഴിയുള്ളൂ എന്നതാണ് ചട്ടം. ഏതായാലും ഇന്നത്തെ ബഹളം പൂർണ്ണരൂപത്തിൽ ലോക്സഭ സ്തംഭിച്ചു എന്ന് വേണം. അതേപോലെ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട, അതായത് ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 എംപിമാരും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്നതും പ്രത്യേകതയാണ്. ഇത്തരം ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ലോക്സഭയിൽ ഉണ്ടാകുമ്പോൾ, എന്നാൽ രാജ്യസഭയിൽ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നു. പ്രതിഷേധമുണ്ടെങ്കിലും രാജ്യസഭയിൽ ചർച്ചകൾക്കും അതേപോലെ നന്ദി പ്രമേയ പ്രസംഗത്തിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളും പങ്കെടുത്തു എന്നത് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് മല്ലികാർജുന ഖാർഗെയുടെ പ്രസംഗം BJP സർക്കാരിന്റെ വനിതാ ക്ഷേമത്തെ കുത്തി നോവിക്കുന്നതായിരുന്നു. വനിതാ സംവരണം പറയുന്ന BJP എന്തുകൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കിയില്ല? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് AICC കോൺഗ്രസിനായിരുന്നു സരോജിനി നായിഡു. അതിനുശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. RSSനും BJPക്കും ഇതുവരെ വനിതാ അധ്യക്ഷ പോലുമില്ല. ആ തരത്തിലുള്ള സുഗമമായ പ്രസംഗമാണ് മല്ലികാർജുന ഖാർഗെ രാജ്യസഭയിൽ നടത്തിയത്. പ്രകോപനങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നുമില്ലാതെ തന്നെ രാജ്യസഭയിൽ നടപടികൾ നടന്നു. ലോക്സഭയിലാവട്ടെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നവരെ സഭ നടക്കില്ല എന്ന ശ്രമിക്കണം. കടുത്ത നിലപാടാണ് പ്രതിപക്ഷം. ശ്രീലക്ഷ്മി. ശരി ശരത്ത്, ഓക്കെ. അപ്പം ഇന്നിപ്പോ ഈ ചുരുക്കത്തിൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിച്ചിട്ടില്ല, തുടരും എന്ന് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇല്ലാത്തത് കണക്കാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.